ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പള്ളിവേട്ട കാണാൻ പോയതാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 10:45 11 മണി സമയമാണേ. പള്ളിവേട്ടയുടെ പ്രധാന ചടങ്ങ് എന്താണെന്നറിയോ? ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വേടനാണ് കേട്ടോ. ഇതിൻ്റെ ഐതിഹ്യ കഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വേടൻ ഇതിനകത്ത് ആ പച്ചിലക്കൂട്ടമില്ലേ, നമ്മൾ ആദ്യ വീഡിയോയിൽ കണ്ട പച്ചിലക്കൂട്ടത്തിനകത്ത് വേടൻ ഇരിപ്പുണ്ടേ. പിന്നെ അമ്പലത്തിൽ നിന്ന് തിടമ്പുമായിട്ട് ആന വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയൊരു ആനയായിരുന്നു കേട്ടോ. അത് തിടമ്പ് ഏന്തി വരുന്ന കാണാൻ എന്തൊരു ഭംഗിയായിരുന്നെന്നറിയോ? ചെണ്ടമേളവും തിടമ്പ് ഏന്തി ആനയും ഒക്കെ ആയിട്ട് കാണാനും മാത്രം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ തിടമ്പേന്തി ആന ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ജനസാഗരമായിരുന്നു എന്ന് വേണേൽ പറയാം. അതിന് മാത്രം ആളായിരുന്നു അവിടെ. എൻ്റെ മോളാണെങ്കിലോ നേരെ ആന വരുന്നതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുമോ ഇത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞു അയ്യോ ഇങ്ങ് പോരുമെന്ന് പറഞ്ഞ് വിളിച്ച് ഇങ്ങോട്ട് മാറ്റി നിർത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ തിടമ്പേന്തി ആന ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ പച്ചിലക്കൂട്ടത്തിൽ വേടനിരിപ്പില്ലേ, ആ പച്ചിലക്കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ നനക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ചാടി വേടൻ ഇങ്ങോട്ട് വരും. അമ്പും വില്ലും ഗദയും ഒക്കെ പിടിച്ചിട്ട് വേടൻ ഇങ്ങോട്ട് വരുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ. പിന്നെ അങ്ങോട്ടൊരു ആഘോഷമാണ് കേട്ടോ. വേടൻ ഇറങ്ങി ആന അങ്ങ് തിരിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് വീണ്ടും തിരിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് സഞ്ചരിക്കാനായിട്ടേ. അപ്പോൾ അതുവരെയുള്ള വഴികളിലൊക്കെ ഒരുപാട് അലങ്കാരങ്ങളും അതുപോലെ വേടനെ സ്വീകരിക്കാനുള്ള ഒരുപാട് വിളക്കുകളൊക്കെ കത്തിച്ച് സ്വീകരിക്കുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ തുള്ളിക്കൊണ്ട് ആൾക്കാർ ഇങ്ങനെ വേടൻ്റെ കൂടെ പോകും കേട്ടോ. ഇതാണ് പടയണിയുടെ കുറച്ച് ഭാഗങ്ങൾ. ഇങ്ങനെ മുരുക മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് വേടൻ്റെ ഒപ്പം എല്ലാവരും കൂടെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി തുള്ളുകയും മേളം പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ത് രസമായിരുന്നെന്നറിയോ. ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ പച്ച കളറിൽ നിൽക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിക്കൊക്കെ എല്ലാ വീടുകളുടെയും ഗേറ്റുകളും മതിലുകളും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പച്ച ബൾബിട്ട് ലൈറ്റിന് മുന്നിലാണ് ചെന്നതെന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. അപ്പം ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് പച്ചച്ച് പോയി. പിന്നെ അധികം സമയം ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കല്ലേ. എവിടെയെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് തിരക്ക് കുറയണ്ടേ, കൈ ഒന്ന് പൊക്കി പിടിച്ചിട്ട് വേണ്ടേ നമ്മുടെ സെൽഫി എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അതിന് മാത്രം തിരക്കായിരുന്നു. കണ്ടില്ലേ ആൾക്കാരുടെ തിരക്ക്. ഏകദേശം അമ്പലത്തിനടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേടൻ ഫ്രണ്ടേയും പോകുന്നു, പുറകെ തിടമ്പ് ഏന്തി ആനയും വരുന്നു. എന്തൊരു ഭംഗിയല്ലേ അത് കാണാനായിട്ട്. നല്ലൊരു ഭയങ്കര ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മളാ തുള്ളുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഭക്തിയും അതുപോലെ ഭയങ്കര സന്തോഷവും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ചടങ്ങാണിത്. അപ്പോൾ തിടമ്പേന്തി ആനയും അതുപോലെ വേടനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ നടയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇതിന് കൂടുതൽ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. പക്ഷേ കണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.